ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫേഷ്യൽ ഫാറ്റിന് വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സാധാരണ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർക്കൊക്കെ നമ്മൾ വണ്ണം കുറയുമ്പോൾ തന്നേക്ക് നമ്മുടെ ഫേസിൻ്റെ ഫാറ്റും അങ്ങ് കുറയും, വണ്ണം കുറയുന്നതോടൊപ്പം തന്നെ മുഖം അങ്ങ് കുഞ്ഞായിക്കോളും. പക്ഷേ എന്നെപ്പോലുള്ള ആൾക്കാർ കുറച്ച് പേരെങ്കിലും കാണും, നമ്മൾ ചബ്ബി ഫേസ് ഉള്ള ആൾക്കാരുണ്ട് കുഞ്ഞിലെ തൊട്ട്, അതിൻ്റെ ഷേപ്പ് അങ്ങനെ ആയിപ്പോയി. അത് നമ്മൾ എന്തോരം വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഫേസിൻ്റെ വണ്ണം അങ്ങ് പെട്ടെന്ന് കുറയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അവരെന്തോരം വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിലും കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാകത്തില്ല. മുഖം ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത് കൊണ്ടല്ല, റൗണ്ട് ഫേസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മനസ്സിലാകത്തില്ല. എനിക്ക് തന്നെ 20 കിലോ കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു മാറ്റമെങ്കിലും വന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ ഒരു 10 കിലോ ഒക്കെ കുറഞ്ഞപ്പോൾ ഒരു വ്യത്യാസവും ഫേസിൽ അങ്ങനെ വന്നിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു എക്സസൈസും കൂടെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. അപ്പോഴത്തേനുമാണ് എനിക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടായത് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ 1-2 മാസമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ അറിയാം എൻ്റെ ഫേസിന് കുറച്ചും കൂടെ ഇങ്ങനെ പഫിനെസ് ഒക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. മീൻസ് എനിക്ക് ഡയറ്റ് വർക്കൗട്ടും കൂടി ചെയ്ത് ഇനിയും വെയിറ്റ് കുറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഷുഗർ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഡയറ്റൊക്കെ ആണെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെ തുടർന്ന് പോകുന്നു. പ്രത്യേകിച്ച് വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഈ ഫേസ് ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇനിയും കൂടി പോയാലോ. പിന്നെ അതുപോലെ കുറച്ച് ക്ലയൻസ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, മാമിന് എങ്ങനെയായിരുന്നു ഫേസ് കുറഞ്ഞത്, ഫേസിൻ്റെ ഫാറ്റ് കുറഞ്ഞത്, അത് ഞങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആയിട്ടാണെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഇടാവോ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ ഇട്ടേക്കാമെന്ന് ഞാൻ വെച്ചു. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എന്നെ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജ്യോതി. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, അതുപോലെ തന്നെ ഒരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റും കൂടിയാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാനോ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ റീച്ച് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എൻ്റെ യൂട്യൂബിനകത്ത് കൊടുത്തിട്ടുണ്ട്, യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി. കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ വല്ലതും വേണമെങ്കിൽ ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ആദ്യമേ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിൽ കുറേ മസിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നും എപ്പോഴും മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടല്ല ഇരിക്കുന്നത്. നമ്മൾ ഈ സംസാരിക്കുകയും ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ മസിൽസിനും ഒന്നും എപ്പോഴും മൂവ്മെൻറ്റ്സ് കിട്ടത്തില്ല. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ എല്ലാ എക്സസൈസും ചെയ്യുമ്പോഴും ഒരു വാമപ്പ് ചെയ്യും അല്ലേ. അതുപോലെ നമ്മുടെ ഫേഷ്യൽ ഫാറ്റിന് വേണ്ടിയുള്ള എക്സസൈസ് ആകുമ്പോൾ നമ്മുടെ ഫേസിന് വേണ്ടി കുറച്ചൊരു വാമപ്പ് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മുടെ പച്ചാളം പാസിയുടെ എക്സ്പ്രഷൻസ് പോലെ കുറേ എക്സ്പ്രഷൻസാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും, കോമഡിയാണ്. പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേ. ആദ്യം ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് പിടിക്കും നമ്മുടെ ഫേസിനെ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ എവിടെയൊക്കെ ഇത് നല്ല വലിച്ചിലുണ്ടാകും. അതുപോലെ തന്നെ പെയിൻഫുൾ ആയിരിക്കും ഇത് ചെയ്ത് കഴിയുമ്പോൾ. നമ്മുടെ ഫേസിൽ കുറേ മസിൽസിനൊക്കെ നമുക്ക് പെയിൻ ഉണ്ടാകും. അത് നോർമലി ഉണ്ടാകുന്നതാണ്. കാരണം അത് പെയിൻ എടുത്തെങ്കിൽ മാത്രമേ യൂസ്ഫുൾ ആകത്തുള്ളൂ കേട്ടോ. പെയിൻ എടുത്തെങ്കിൽ മാത്രമേ അവിടെയൊക്കെ വീണ്ടും കുറയത്തുള്ളൂ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മളൊന്ന് സ്ക്വീസ് ചെയ്ത് പിടിക്കുവേ. ഒരു 3 സെക്കൻഡൊക്കെ മതി കേട്ടോ. കുറേ നേരം സ്ക്വീസ് ചെയ്ത് പിടിച്ച് ശ്വാസം മുട്ടി ചത്തു പോകരുത്. ലാസ്റ്റ് എൻ്റെ കുറ്റം പറഞ്ഞേക്കില്ല. ഇത് നമ്മൾ ഏത് ചെയ്താലും 3 തവണ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ചെയ്യാം. ഒരു തവണയും കൂടി ചെയ്യാവേ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ ബലൂണൊക്കെ വെറുതെ ഇങ്ങനെ പിടിക്കത്തില്ലേ, അങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ 2 വിരലുകൾ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നല്ലതായിട്ട് പ്രഷർ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ കവിളിനകത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ എയർ കൊണ്ട് നല്ല 2 കവിളിൽ നല്ല പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യാം. അത് നമുക്ക് 3 തവണയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് 2 നല്ല തള്ളി പിടിക്കണം. എന്നാൽ മാത്രമേ ഇവിടുത്തെ മസിൽസ് ഇങ്ങോട്ടും കൂടെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, വീണ്ടും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. One, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇനി അടുത്തത് ഇങ്ങനെ നമ്മൾ മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഈ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ 1 തൊട്ട് 10 വരെ ഒന്ന് മൈൻഡിൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് വെച്ചാൽ മതിയേ.
ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ചെറുതായിട്ട് സ്ട്രെച്ചൊക്കെ ആകും കേട്ടോ. നമുക്ക് വേദനയൊക്കെ എടുക്കും, അവിടെയൊക്കെ കുറഞ്ഞോളുവേ. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്തു, നമുക്ക് എന്നാണെങ്കിലും റിസൾട്ട് കിട്ടും. ഇനി അടുത്തത് നമ്മളിങ്ങനെ കുഞ്ഞിലെയൊക്കെ പിണങ്ങുമ്പോൾ ഇങ്ങനെ വെക്കത്തില്ലായിരുന്നു, ആ സംഭവം തന്നെ. അത് നമ്മൾ ഇങ്ങോട്ടും ചെയ്യണം ഇങ്ങോട്ടും ചെയ്യണം, ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യണം. 10 സെക്കൻഡ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇതെല്ലാം ചെയ്യുമ്പോൾ കണ്ണ് തള്ളി പിടിക്കണം കേട്ടോ. ഇനി ഞാൻ പിടിക്കാൻ മറക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും കണ്ണ് തള്ളി പിടിച്ചേക്കണേ. ഒന്നും കൂടെ. ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞ മൊത്തം കോമഡിയാണ്. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ റൂമിലോട്ട് കയറി വന്ന് അവർ ഓർക്കും നമുക്ക് എന്തോ അസുഖമാണെന്ന്. നമുക്ക് വട്ടായി. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് എന്നാ പറ്റിയെന്ന് ഓർക്കും. ഇനിയത്തെ നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കി കിസ് ചെയ്യുന്ന പോലെ ഈ സംഭവം മുകളിലോട്ട് നോക്കി നമ്മൾ സീലിംഗിലേക്ക് നോക്കുക, എന്നിട്ട് 10 തവണ ചെയ്യുക. ഓക്കെ, അത് 3 തവണ ചെയ്യുക. ഒരു തവണയും കൂടിയേ. ഓക്കെ, അപ്പോൾ ഇതിപ്പം ഞാൻ ആദ്യം 10 തവണ എന്ന് പറഞ്ഞത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്നിട്ടിത് സ്ലോലി നമ്മളിതിൻ്റെ നമ്പർ കൂട്ടിയെടുക്കുക. 10 എന്നുള്ളത് 15 ആക്കുക, പിന്നെ 20 ആക്കുക, പിന്നെ 30 ആക്കുക. അത്രയും മതി, അതിൽ കൂടുതൽ വേണമെന്നില്ല. പിന്നെ നമുക്കിത് ഏത് സമയത്ത് എപ്പോഴെങ്കിലും നമുക്ക് അടുക്കളയിലാണെങ്കിലും നമ്മളിപ്പോൾ ഒരു കറി ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സോ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ആണെങ്കിലും വേണമെങ്കിൽ നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ആരെങ്കിലും യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു കാര്യവും കൂടി ഇതിനിടയ്ക്ക് ചെയ്തു പോകാം. സോ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. പിന്നെ ആരെങ്കിലും അടുത്ത് കണ്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ അവർ പേടിച്ച് പോകരുത് കേട്ടോ. ഇനി അടുത്തത് ഇ ഓ എന്ന് പറയണം. ആദ്യം നമ്മൾ എന്ന് കാണിക്കണം, എന്നിട്ട് ഓ ഇങ്ങനെ വെക്കണം. ഓക്കെ, അതും 10 തവണ ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും നിർത്തിയിട്ട് അങ്ങനെ 3 തവണയായിട്ട് 10 10 10 അങ്ങനെ ചെയ്യണേ. ഓക്കെ, അതേതാ ഈ കണ്ണ് തള്ളിപ്പിടിക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് മറക്കുന്നുണ്ടേ, നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു തവണയും കൂടെ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ മുമ്പേ സീലിംഗ് കിസ്സസ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നോക്കി കിസ് ചെയ്തായിരുന്നു. അതിന് പകരം ഇനി സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നുകൊണ്ട്
ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ സ്ട്രെച്ച് ആകും. രണ്ട് സൈഡിലും ചെയ്യണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ സൈഡിലോട്ട് ചെയ്യാവേ. ഓക്കെ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ വേദന എടുക്കും കേട്ടോ. നോർമലി ഉണ്ടാകുന്നത് അവിടെയൊക്കെ കുറഞ്ഞോളും, അതുകൊണ്ടാണ് വേദന ഉണ്ടാകുന്നത്. അത് 3 തവണ ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ ഷോൾഡർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്ത് ഇങ്ങനെ ഒന്ന് മുട്ടിക്കുക. മനസ്സിലായോ? നമ്മളിങ്ങനെ ചെരിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ മുട്ടിക്കുക, ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഷോൾഡറിൽ ഇങ്ങനെ മുട്ടിക്കുക. അങ്ങനെ ഒരു 20 ടൈംസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ചിരി വരും. നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ 10 തവണ ആദ്യം ചെയ്യുക, എന്നിട്ടൊരു ബ്രേക്ക് എടുക്കുക, വീണ്ടും 10 10 10 അങ്ങനെ 3 തവണ ചെയ്യുക. ഓക്കെ, ചെയ്യാം. ഓക്കെ, അടുത്ത് ഒരു തവണയും കൂടിയേ. ഓക്കെ, ഇനി അടുത്തത് നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കി പിടിച്ചിട്ട് വാ പൊളിക്കുകയും അടയ്ക്കുകയും ചെയ്യണം. കാണിച്ചു തരാവേ. മനസ്സിലായോ? അങ്ങനെ അപ്പം നമുക്ക് ചെയ്യാം. ആദ്യം 10, പിന്നെ 10, വീണ്ടും 10, അങ്ങനെ 3 തവണ. ഓക്കെ, റിപ്പീറ്റ്. ഒന്നും കൂടിയേ. ഓക്കേ, ഇനിയത്തേത് നമ്മളിങ്ങനെ കഴുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ ഫേസിനൊരു എക്സ്പ്രഷനും കൂടെ കൊടുത്തോണ്ടാണ്. കാണിക്കാവേ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ചെയ്തോ അങ്ങോട്ട്. ഫസ്റ്റ് അടുത്തത് ഞാൻ 20 എണ്ണം ഒരുമിച്ച് ചെയ്യാവേ.
ഇനി അടുത്തത്, എനിക്ക് നിങ്ങളോട് കൂട്ടില്ല, എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ കൂട്ട് കൊടുത്തില്ല കേട്ടോ. ഇങ്ങനെയാണേ. എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ ഈ സൈഡിലും ചെയ്യുക. 10 ഈ സൈഡ് ചെയ്യുക, 10 ഈ സൈഡ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ സൈഡിൽ. ഓക്കെ, വീണ്ടും ഇവിടെ. ഇനി ഇവിടെ. ഇനി ഇവിടെ. ഇനി ഇവിടെ. പൊളിയല്ലേ? കുറേ വന്ന്. ഇത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വേദനയോ ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു 10 സെക്കൻഡ് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ചെയ്തു പോകണ്ട. മടുക്കുമ്പം അല്ല ഇവിടെയൊക്കെ നമുക്ക് പെയിൻഫുൾ ആകുന്ന സമയത്ത് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതിയേ. എൻ്റെ ഫേസിന് നന്നായിട്ട് കുറഞ്ഞതായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ എനിക്ക് ഉറക്കം ഒന്നും ശരിയാകാഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ എൻ്റെ കണ്ണൊക്കെ വീങ്ങിയായിരിക്കുന്നത്. രാത്രിയിൽ ഇവൻ ഉറക്കത്തൊന്നുമില്ല. അവനോ ലേറ്റ് ആയിട്ടേ അവൻ കിടക്കത്തുള്ളൂ, രാവിലെ അവൻ എഴുന്നേൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ണിനും മുഖത്തിനും ഒക്കെ ഒരു പഫിനെസ് ഉണ്ട് എനിക്ക്. പിന്നെ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇതൊന്നും ചെയ്യുന്നുമില്ല. അതുകൊണ്ടും ഇച്ചിരി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഫേഷ്യൽ ഫാറ്റൊക്കെ. സോ ഇനി ഞാനും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പം നിങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ഇനിയും കുറച്ച് എക്സസൈസും കൂടി ഉണ്ട് ഫേസിന് വേണ്ടിയിട്ടുള്ളത്. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഫേഷ്യൽ മസാജിങ് ടെക്നിക്കും കൂടെ ഉണ്ട്. അതും ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ. ഒത്തിരി നേരം ഇരുന്ന് വീഡിയോ എടുത്താലേ. ഇപ്പം മോനെ ഉറക്കി കിടത്തിയേക്കുവാണേ. അവൻ എണീക്കുന്നതിന് മുമ്പ് എൻ്റെ ബാക്കി പരിപാടികളും കൂടെ എനിക്ക് തീർക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ.